Hello friends, welcome back to my channel. ഇന്നൊരു അടിപൊളി ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് വിനീഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടോ. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കുറച്ച് മുളകും പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ ചേർത്ത പൊടികളൊക്കെ നല്ലോണം മിക്സ് ആകുവോളം ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഈ മിക്സിലേക്ക് ഓരോ ചിക്കൻ പീസുകളായിട്ട് നമുക്ക് മുങ്ങി കിടക്കണ പോലെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ കോട്ട് ചെയ്യാനായിട്ടുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലവറും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ എടുത്തിട്ടുള്ള കപ്പ് 1/4 കപ്പിൻ്റെ ആയതുകൊണ്ടാണ് 2 വട്ടം ഞാൻ അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ പീസ് ചിക്കൻ എടുത്ത് ആ മൈദൻ്റെ മിക്സിയിലൊന്ന് കോട്ട് ചെയ്യുക. വീണ്ടും ആ പാലിൻ്റെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കട്ടോ. എന്നിട്ട് വീണ്ടും ആ മൈദൻ്റെ മിക്സിയിൽ ഒന്നും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ പീസും ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണ്ടേ. ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ കോട്ട് ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി, അല്ലെങ്കിൽ മുകൾ ഭാഗം എളുപ്പം കരിഞ്ഞു പോകും. ഇനി ഇത് തിരിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസിൽ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.